ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചു. തിങ്കളാഴ്ച വരെയായിരിക്കും ഈ നിയന്ത്രണമെന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി ഇന്ന് വിമർശിച്ചിരുന്നു. ശബരിമലയിൽ ഏകോപനമില്ലെന്നും 6 മാസം മുൻപെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങണമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമലയിൽ അയ്യപ്പന്മാരുടെ തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ ഉന്നയിച്ചത്. എന്തുകൊണ്ട് 6 മാസം മുൻപേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയില്ല എന്ന് കോടതി ഇരുവരോടും ചോദിക്കേണ്ടായി. വലിയ വീഴ്ചയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മാത്രമല്ല, ഈ വെർച്വൽ ക്യൂവിൽ ഇത്രയധികം ആളുകൾ എങ്ങനെ വന്നു? അതായത് അതിന് പുറമേയും 10000 ആളുകളോളം ഒരു ദിവസം മല കയറുന്നു എന്നാണ് റിപ്പോർട്ട്. അതിന്റെ കണക്ക് എന്താണ്? 90000 പേർ ഒരു ദിവസം മല കയറുന്നു എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ് 90000 പേരുടെ ക്യൂ നീളുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തണമെന്ന് കോടതിയിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ 80 പേർ തന്നെ ഒരു മിനിറ്റിൽ കയറണം എന്നിത്ര നിർബന്ധം പിടിക്കുന്നത് എന്താണ്? അത് 50 പേരായി ചുരുക്കിയാൽ പറ്റില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഭക്തരെ തള്ളി മാറ്റുന്നത് അഭികാമ്യമല്ല. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് ഏറെയും വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ പ്രായമായ സ്ത്രീകളാണ്, അവരെ പരിഗണിക്കണം, കുഞ്ഞുങ്ങളെ പരിഗണിക്കണം. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഭക്തരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 5000 പേരെ ആണ് ഒരു ദിവസം സ്പോട്ട് ബുക്കിങ്ങിന് അനുവദിച്ചിരിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം ബാക്കി വിശദാംശങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും കോടതിയെ അറിയിക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഈ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും പോലീസിന് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ സംവിധാനങ്ങൾ വേണം. ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ വേണം. സ്റ്റാമ്പേഡ് പോലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിനേക്ക് ഭക്തരെ തള്ളിവിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി ആവർത്തിച്ചു പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും കൃത്യമായ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെള്ളിയാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും അതിനു മുൻപേ തന്നെ സർക്കാർ ഇപ്പോൾ കോടതിയിൽ 5000 പേരെ സ്പോട്ട് ബുക്കിങ്ങിൽ ഒരു ദിവസം ശബരിമലയിൽ 5000 പേരായി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ കൂടുതൽ കോടതി വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ വിമർശനമാണ് ഈ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയതിലുള്ള അല്ലെങ്കിൽ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള അപാകതയിൽ കോടതിയിൽ നിന്നും ഉണ്ടായത്. ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ നടപ്പാക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ കോടതിയുടെ വിമർശനം ഉൾക്കൊള്ളുന്നു. പാതി വഴിയിൽ ഭക്തർ മടങ്ങിപ്പോയ സംഭവത്തിൽ തനിക്ക് പശ്ചാത്താപമുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഡേ ഒന്നും ഇത്രയൊന്നും വരവ് ആരും പ്രതീക്ഷിച്ചില്ല. മനസ്സിലായില്ല. അത് എന്തുകൊണ്ടോ ഈ വർഷം വളരെ പെട്ടെന്ന് ആളുകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്നു എന്നുള്ളത് ഒരു അഭൂതപൂർവമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. ഏതായാലും ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് പറയുകയാണ്, ഇതൊരു പക്ഷേ അയ്യപ്പൻ തന്നെ നമുക്ക് കാണിച്ചു തന്നൊരു നിമിത്തമാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇന്നലെ ഒന്നും സംഭവിച്ചില്ല. അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് നമ്മളെ കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതൊരു 1 മണിക്കൂർ കൊണ്ട് നമ്മളത് തീർത്തു വിട്ടു. ഇനി ഇതുണ്ടാവരുത് എന്നാണ് നമ്മൾ എന്തിൽ നിന്നൊരു സൂചന, ഒരു മെസ്സേജ് വായിക്കണമല്ലോ. ഞാൻ വായിച്ചെടുത്ത മെസ്സേജ്, അൺലെസ് യു ആർ കെയർഫുൾ തിങ്സ് വിൽ ഗോ ഔട്ട് ഓഫ് ഹാൻഡ് എന്നാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പമ്പയിലെ ക്രമീകരണം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തും.